നീ ആരടി പുല്ലേ? നിന്നെ കെട്ടുന്നോണ്ട് കാര്യം പോക്കാടി. എന്നെ എടിപൊടിയെന്നെങ്ങാനും വിളിച്ചാലുണ്ടല്ലോ. എടിപൊടി എന്ന് വിളിച്ചാൽ നീ എന്ത് ചെയ്യും? എന്ത് ചെയ്യൂടി? വെച്ചിട്ട് പോടാ. മോളെ ഏതായി അലവലാതി? ഗിരീഷ് പി. കിട്ടിയല്ല? എനിക്ക് കിട്ടി. നിനക്കൊരെണ്ണം തരട്ടെ? വേണ്ട, ഞാൻ ഇപ്പൊ വരട്ടെ. എങ്ങോട്ടാ? വരാം. ഗിരീഷേ, ഗുഡ് മോർണിംഗ് കുറുപ്പേട്ടൻ. ആ നീ എന്ന് തിരിച്ചോണേ? ഡേറ്റ് തീരുമാനിച്ചുള്ള കുറുപ്പേട്ട. നമ്മൾ ഇന്നലെ ഷാപ്പില് വെച്ചിട്ടുണ്ടായിരുന്നു ഡാൻസ്. അത് ഷാപ്പ്, ഇത് ഷോപ്പ്. ഓ, ആ അപ്പൊ ശരി. ആ ശരി. അപ്പൊ ഇന്നലെ രാത്രി തലക്കുള്ളിലാണ്ട് അവനോട് ഡാൻസ് കളിച്ചോണ്ടിരിക്കണ്ടായില്ല? എനിക്ക് ആദ്യം അവനെ പിടികിട്ടിയില്ല, പിന്നീടാ മനസ്സിലായത്. ഒരു ദിവസം ഞാൻ കത്ത് കൊടുത്ത് പള്ളിക്കവല കറങ്ങി വന്നപ്പോൾ അവിടെ ഭയങ്കര അടി. ഇവനായിരുന്നു മുമ്പിൽ. എന്തായിരുന്നു പ്രകടനം? അന്നവനൊക്കെ കൂടെ 5 ആശുപത്രിയിലാക്കി. എനിക്കറിയാവുന്ന കേസാ. ആ പോലീസ് കേസിന് രക്ഷപ്പെടാനാ ഇവൻ ഗൾഫിൽ പോയത്. നമുക്ക് ആ കമ്പനി വേണ്ട. നീ പോയി ഒരു ബോട്ടിൽ മേടിച്ചോണ്ട. ഇത് കട്ട ബോർണടാ അയാള്. ആര്? ആ കുറുപ്പ്. ഒതുക്കത്തിൽ എന്റെ കിട്ടും. അമ്മയ്ക്ക് ഈ കുത്തിമറിച്ചിൽ നിർത്താറായില്ലേ? ചേട്ടൻ ആ ഗൾഫിൽ നിന്ന് വന്നിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുത്തൂടെ? എന്നാലേ എനിക്കും കിട്ടത്തുള്ളൂ. അമ്മ ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ല ഫുഡ് ഷാപ്പിൽ കിട്ടും. അത് ഈ അമ്മയുടെ ഒക്കെ ഒരു കാര്യം. അതൊക്കെ ഈ പ്രായത്തിന്റെ കുസൃതിയല്ലേ? വീടല്ലേ, ചേട്ടനെ കല്യാണം നടത്താനുള്ളതാ. കല്യാണോ? ആ ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ കൂട്ടിക്കില്ല. അമ്മ എന്ത് പറഞ്ഞു? അമ്മ ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി കൂട്ടു നിൽക്കില്ല എന്ന് പറയട്ടാ. അതാടാ സുനന്ദ. എടി ആശേ, നീ എനിക്ക് ആ വിമല ടീച്ചറുടെ നമ്പർ ഒന്ന് അയച്ചു തരും. അതെന്തിനാ? അതൊക്കെ ഉണ്ട്. നമ്മുടെ അമ്മ പാവോടാ. എന്നിട്ടാണ് 4 വർഷം ഗൾഫിലെ ജോലി എടുത്തിട്ട് 40,000 രൂപ വീട്ടിലയക്കാഞ്ഞത്. എനിക്ക് അവിടെ കള്ളടിക്കാൻ കാശ് കഴിഞ്ഞല്ല ബാക്കി കാശ് വീട്ടിലേക്ക് അയക്കാൻ പറ്റൂ. അപ്പൊ അവിടെ ഇത് തന്നെയായിരുന്നു പരിപാടി. എടാ അവിടെ കള്ളടി മൂത്ത് കാര്യങ്ങൾ കൈവിട്ട് പോകുന്ന കണ്ടപ്പോഴല്ലേ ഒരു കല്യാണം കഴിച്ച ശരിയാവുന്ന ഒരാൾ പറഞ്ഞു. അതാരാ? ഒരു കാട്ടറബി. കാട്ടറിയാ? എന്നിട്ട് എടാ അതാണ് ഞാൻ കല്യാണം കഴിക്കാൻ ഇത്തവണ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അമ്മയുടെ തീരുമാനം കറക്റ്റാ. അത് കറക്റ്റാണ്. നീ ഉണ്ടായതോട് പ്രസവം നിർത്തിയില്ലേ? ആ വിമല ടീച്ചറുടെ നമ്പർ. ഹലോ ഹലോ, വിമല ടീച്ചറുടെ നമ്പർ അല്ലേ? അതെ, ഞാൻ മോളാണ്. ആ അനുപമ, ഞാൻ ഗിരീഷ് പി. ഇന്ന് രാവിലെ കണ്ടായിരുന്നു നമ്മള്. ആ മനസ്സിലായി. ഞാൻ അമ്മയ്ക്ക് കൊടുക്കാം. അമ്മേ, ദേ ഫോൺ. ആരാ? അമ്മയുടെ ഒരു സ്റ്റുഡന്റാ, ഗിരീഷ് പി. ഹലോ ടീച്ചറെ, പി പിയാ. എങ്ങനെയുണ്ട് മോനെ, സുഖാണോ? ഓ അതെ ടീച്ചറെ, ഞാൻ ഇന്നലെ രാത്രിയാണ് എത്തിയത്. രാവിലെ സ്റ്റുഡിയോയിൽ വെച്ച് അനുവിനെ കണ്ടായിരുന്നു. അനുവിനെ കണ്ടിരുന്നോ? അവളൊന്നും പറഞ്ഞില്ലല്ലോ. അതെ, നമ്മുടെ ആശയുടെ സ്റ്റുഡിയോയിൽ വെച്ചിട്ട്. അവിടെ വെച്ച് അനുവിന്റെ കല്യാണം മുടങ്ങിയ കാര്യമൊക്കെ അറിഞ്ഞിരുന്നു ടീച്ചറെ. അതിന്റെ ഒരു വിഷമം അയാളുടെ മുഖത്തുണ്ടായിരുന്നു. ഇനിയും നല്ല ആലോചനകൾ വരും, അത്രേ ഉള്ളൂ. ഞാനൊരു ആലോചനയുടെ കാര്യം പറയാൻ വേണ്ടിയാണ് വിളിച്ചത് ടീച്ചറെ. ആർക്കു വേണ്ടിയാ? എനിക്ക് വേണ്ടിയാ ടീച്ചറെ. എനിക്ക് അനുപമനെ കല്യാണം കഴിച്ചു തരാമോ? രാവിലെ സ്റ്റുഡിയോയിൽ വെച്ച് അനുവിനെ കണ്ടതും കല്യാണം മുടങ്ങിയതൊക്കെ ഒരു നിമിത്തമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ടീച്ചറൊന്നും പറഞ്ഞില്ല. ഇതിനുള്ള മറുപടി ഞാൻ പറഞ്ഞാ മതിയോ? പറയാം. ഇതും പറഞ്ഞ് മേലാൽ താൻ എന്റെ ഫോണിൽ വിളിച്ചു പോകരുത്. താൻ എപ്പോഴാണ് എന്റെ മുഖത്ത് സങ്കടം കണ്ടത്? എടോ, താൻ എന്താ വിചാരിച്ചത്? എന്റെ കല്യാണം കഴിയാതെ ഞാൻ ഇവിടെ കരഞ്ഞു പോയിരിക്കുകയാന്നോ? എടോ, നാണുണ്ടോടോ തനിക്കൊക്കെ? കുറച്ചുകൂടെ മാന്യമായിട്ട് സംസാരിക്കണം കേട്ടോ. എന്നെ മാന്യത പഠിപ്പിക്കാൻ താനാരാടോ? നീ ആരടി പുല്ലേ? നിന്നെ കെട്ടുന്നോണ്ട് കാര്യം പോക്കാടി. എന്നെ എടിപൊടിയെന്നെങ്ങാനും വിളിച്ചാലുണ്ടല്ലോ. എടിപൊടി എന്ന് വിളിച്ചാൽ നീ എന്ത് ചെയ്യും? എന്ത് ചെയ്യൂടി? വെച്ചിട്ട് പോടാ. മോളെ ഏതായി അലവലാതി? ഗിരീഷ് പി. കിട്ടിയല്ല? എനിക്ക് കിട്ടി. നിനക്കൊരെണ്ണം തരട്ടെ? വേണ്ട.